നമസ്കാരം. ഞാൻ ഡോക്ടർ വർഗീസ് പല്ലൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്, സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ, ചാലക്കുടി. ഞാനിവിടെ വന്നിരിക്കുന്നത് അപസ്മാരത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. അപസ്മാര രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, അപസ്മാര രോഗി മരുന്ന് മുടങ്ങരുത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം ചികിത്സിക്കുന്ന ഡോക്ടറായിട്ട് നിരന്തര സമ്പർക്കം പുലർത്തേണ്ടതാണ്. രണ്ട്, അപസ്മാര രോഗി മരുന്ന് കൃത്യമായി കഴിക്കേണ്ടി വരും. അതിന്റെ ചെക്കപ്പുകൾ യഥാസമയം നടത്തേണ്ടി വരും. അപസ്മാര രോഗികൾക്ക് വാഹനം ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു 12 മാസത്തോളം തുടർച്ചയായി അപസ്മാരം നിയന്ത്രണ വിധേയമാവുകയാണെങ്കിൽ അവർക്ക് ഡോക്ടറുടെ സമ്മതത്തോടു കൂടി വാഹനം ഓടിക്കാവുന്നതാണ്. പിന്നെ അപസ്മാര രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഡോസ് മിസ്സാവുകയാണെങ്കിൽ അടുത്ത ദിവസം അവർക്ക് അപസ്മാരം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൃത്യമായി മരുന്ന് കഴിക്കേണ്ടതുണ്ടെന്നുള്ളത് അവർ പരിശോധിക്കണം. പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കാനുള്ളത്, അപസ്മാര രോഗികൾക്ക് മരുന്നിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യണം. പിന്നെ രോഗികൾ അസാധാരണമായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ഡോക്ടറായിട്ട് സംസാരിക്കണം. ഉറക്കത്തിന്റെ ഒരു ഡയറി, അതായത് ഉറക്കത്തിന്റെ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ അപസ്മാരത്തിന് പോലെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അതൊരു സ്ലീപ്പ് ഡയറിയിൽ രേഖപ്പെടുത്തി ഡോക്ടറായിട്ട് സംസാരിക്കേണ്ടതാണ്. അപസ്മാര രോഗികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് ജോലികൾ ചെയ്യാൻ തടസ്സമില്ല. സാധാരണ ഒരു വ്യക്തിയുടെ പോലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും മരുന്നുകൾ കറക്റ്റ് സമയത്ത് കഴിക്കണം. മരുന്ന് മുടങ്ങാൻ പാടില്ല. ഉറക്കം യഥാസമയം വേണം. ഉറക്കം ഒട്ടും തടസ്സപ്പെടാൻ പാടില്ല. അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു.